നമസ്കാരം, അക്ഷയ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു കുടുംബത്തിന് ആകെ 6000 രൂപ വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും നമുക്ക് പരിശോധിക്കാം. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായി നോക്കുന്നത് PM കിസാൻ സമ്മാൻ പദ്ധതിയുടെ 22ാമത് ഗഡു വിതരണത്തെ കുറിച്ചാണ്. ഈ മാസം തന്നെ ഗഡു വിതരണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഓരോ അർഹരായ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്കും 2000 രൂപ വീതം എത്തിച്ചേരും. വിതരണം മുന്നോടിയായി PM കിസാൻ വെബ്സൈറ്റിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കൂടുതൽ ഗുണഭോക്താക്കൾക്ക് സൗകര്യമൊരുക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇപ്പോൾ PM കിസാൻ വെബ്സൈറ്റിൽ ഈക്വൈസി വീണ്ടും സജീവമാക്കിയിട്ടുണ്ട്. മുമ്പ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ഈ ഒരു സൗകര്യം വീണ്ടും ആരംഭിച്ചു. കൂടാതെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള പുതിയ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പഴയ നമ്പർ മാറ്റേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഇനി അതിന് എളുപ്പത്തിൽ അവസരം ലഭിക്കും. കോണ്ടാക്ട് ഡീറ്റെയിൽസ് പരിശോധിക്കാനും ഓൺലൈൻ വഴി വിവരങ്ങൾ തിരുത്തുവാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനർഹരായവർക്ക് ആനുകൂല്യം സ്വമേധയാ സറണ്ടർ ചെയ്യാനുള്ള സംവിധാനവും കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതൽ സുതാര്യമായ രീതിയിലാണ് ക്രമീകരണങ്ങൾ. കീഴടക്കങ്ങൾ പരിശോധിക്കാനുള്ള പുതിയ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ എല്ലാ മാറ്റങ്ങളും ഗഡു വിതരണം ഉടൻ നടക്കുമെന്ന സൂചനകളാണ് നൽകുന്നത്. അടുത്തതായി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ വിവരങ്ങളിലേക്ക് കടക്കാം. മഞ്ഞയും പിങ്ക് റേഷൻ കാർഡുമുള്ള 35 മുതൽ 60 വയസ്സ് വരെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതി. പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുക. മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കാത്തവർക്ക് ഈ പദ്ധതിയിൽ അംഗത്വം ലഭിക്കുകയില്ല. ട്രാൻസ് വിമൺ വിഭാഗത്തിൽപ്പെടുന്നവർക്കും പദ്ധതിയിൽ ബാധകമാണ്. സ്മാർട്ട് പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷിക്കാനായി ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ആവശ്യമാണ്. ഫെബ്രുവരി മാസത്തിൽ തന്നെ ആദ്യ ഗഡു വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. അപ്രൂവൽ ലഭിച്ച മാസം മുതൽ തുക അക്കൗണ്ടിൽ എത്തിത്തുടങ്ങും. ഇതുവരെ അപേക്ഷിക്കാത്തവർ ഉടൻ അപേക്ഷിക്കുക. ഇനി തൊഴിൽ അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് നോക്കാം. +2 ITI ഡിപ്ലോമ ബിരുദം, ബിരുദാനന്തര ബിരുദം നേടിയ 18 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനും ജോലി സാധ്യത ഉറപ്പാക്കാനും സഹായിക്കുന്ന പദ്ധതിയാണിത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം 12 മാസം ലഭിക്കും. ആദ്യ ഗഡു ജനുവരി മാസത്തിൽ വിതരണം ചെയ്തു. ഫെബ്രുവരി മാസത്തെ ഗഡു വൈകാതെ ലഭിക്കും. ആദ്യ 5 ലക്ഷം പേർക്കാണ് മുൻഗണന ലഭിച്ചിട്ടുള്ളത്. അവസാനമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ജനുവരി മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതം ലഭിച്ചു. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഫെബ്രുവരി 24 ശേഷം ആരംഭിക്കുമെന്നാണ് സൂചന. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുടുംബത്തിൽ PM കിസാൻ 2000 രൂപ, ക്ഷേമ പെൻഷൻ 2000, സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 1000 രൂപ എന്നിവ ലഭിക്കുന്നവരുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഫെബ്രുവരി മാസത്തിൽ ആകെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 6000 രൂപയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.